കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് എന്നെയും സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പോയി ഫലം കായ്ക്കണമെന്ന്. നമ്മൾ ഓരോരുത്തരും നീതിയുടെ ഫലം കായ്ക്കണം, അതിൽ നിറയണം. നമ്മൾ സകല വിധത്തിലും നന്മ അനുഭവിക്കണമെന്നാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോഴാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് ദൈവജനത്തോടൊപ്പം സമയം ചെലവഴിക്കാം. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു മെസ്സേജാണ് നമ്മൾ ഇന്ന് കേൾക്കാനായി പോകുന്നത്. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. അടുത്തിരിക്കുന്ന ആളോട് പറ, നീ ആരോഗ്യത്തിൽ സമൃദ്ധിയായിരിക്കുന്നതും സമ്പത്തിൽ സമൃദ്ധിയായിരിക്കുന്നതുമാണ് ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള സന്തോഷം. ദൈവം നിന്നിൽ സന്തോഷിക്കുന്നത് എങ്ങനെയാ? നീ ആരോഗ്യവാനായിരിക്കുന്നതാ. എല്ലാവരും പറ, ഞാൻ ആരോഗ്യവാനായിരിക്കുന്നത് ദൈവത്തിന് സന്തോഷം. അടുത്ത വാചകം എന്നോട് പറ, ഞാൻ സമൃദ്ധിയിലായിരിക്കുന്നത് ആർക്കിഷ്ടം? ദാരിദ്ര്യത്തിൽ ഇരിക്കുന്ന നമ്മളെക്കുറിച്ച് ദൈവത്തിന് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല. ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം എടുക്കാം, അതിൽ 15-ാം അധ്യായം എടുക്കാം, 16-ാം വാക്യം വായിക്കാം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അടുത്ത വാചകം നിങ്ങൾക്കൊന്ന് വായിക്കാവോ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവം എന്നാ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം എന്താ പറഞ്ഞത്? നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കേണ്ടതിനുമായിട്ട് അവനാക്കി വെച്ചിരിക്കുകയാണ്. ആമേൻ. അതിൻ്റെ യോഹന്നാന്റെ 15-ാം അധ്യായം 8-ാമത്തെ വാചകം ഒന്ന് വായിക്കാം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ഫലം കായ്ക്കുന്നതാണ് ആർക്ക് ഇഷ്ടമുള്ളത്? ദൈവത്തിന് ഇഷ്ടമുള്ളത്. എങ്ങനെ ഫലം കായ്ക്കണം? വളരെ ഫലം കായ്ക്കണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞ്, നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ഫലം കായ്ക്കണം. അത് കാരണം എന്ത് സംഭവിക്കും? എൻ്റെ പിതാവിന് മഹത്വം ഉണ്ടാകും. അപ്പൊ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് നീ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതല്ല, വെള്ളപ്പാണ്ടുമായിട്ട് നടക്കുന്നതല്ല, ക്യാൻസറുമായി നടക്കുന്നതല്ല. പകരം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത് നീ ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ്, നീ സമൃദ്ധിയിൽ ഇരിക്കുന്നതാണ്. അവന് മഹത്വം ഉണ്ടാകുന്നത്. യേശുവിനെ വിളിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന നിങ്ങൾ എങ്ങനെ ഇരിക്കണം? സമൃദ്ധിയിലിരിക്കണം. ഒരു നല്ല ആമേൻ പറയാം. നമുക്ക് ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടി നല്ല ആമേൻ പറയാം. ഒരു വാചകം കൂടെ നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം എടുക്കാം, 11-ാമത്തെ വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് ക്രിസ്തു യേശുവിനാൽ നീതിഫലം നിറഞ്ഞവരായി തീരണം. പൗലോസ് പറയുക, നിങ്ങൾ എങ്ങനെ ഇരിക്കണം? നീതിയുടെ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ നിറയണം. എന്ത് ചെയ്യണം? ഉറക്കെ പറ. നീതിയുടെ ഫലം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിറയണം. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഫലം കായ്ക്കണം, ആ ഫലങ്ങൾ കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഫലങ്ങൾ കൊണ്ട് നിറയണം, ഫലം കായ്ക്കണം. അതിലാണ് ദൈവം നിങ്ങളിൽ സന്തോഷിക്കുന്നത്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദകീർത്തനം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ നിങ്ങളുടെ മനസ്സിലാക്ഷിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ സത്യസന്ധമായിട്ട് എത്ര പേര് മറുപടി പറയും? ഞാൻ കഷ്ടപ്പെടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം, അതുകൊണ്ടാണ് ദൈവം എന്നെ അനുവദിച്ചിരിക്കുന്നത് എന്ന് ഒരിക്കലെങ്കിലും മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞിട്ടുള്ള ആളുകളെന്ന് കൈപൊക്കി കാണിച്ച് നിങ്ങൾ അങ്ങോട്ടും കൂടെ തിരിഞ്ഞു നോക്കിക്കേ. സർവ്വ എണ്ണം കൈപൊക്കിയുണ്ടോ? ഒരെണ്ണം പോലും കൈപൊക്കാതിരുന്നില്ല. ദൈവത്തിന് ഇഷ്ടം ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതാ. അങ്ങനെ പറയുന്ന ആളുകളെ, സ്ഥിരമായി പറയുന്ന ആളുകളെന്ന് കൈപൊക്കി കാണിച്ച്. ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, കണ്ണാടി പോലെയാ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകും. നിങ്ങളോട് ആരൊക്കെയോ പറഞ്ഞു, ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ രോഗിയായിരിക്കുന്നതാണ്, ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ ദരിദ്രത്തിൽ കിടക്കുന്നതാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങൾ രോഗിയാകുന്നതല്ല, നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതല്ല. ദൈവത്തിന് ഇഷ്ടം നിങ്ങൾ സമൃദ്ധിയിൽ ഇരിക്കുന്നതാണ്. ദൈവത്തിന് ഇഷ്ടം. ആമേൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു തമാശ ഞാൻ പറയട്ടെ. അടുത്തിരിക്കുന്നവരോട് പറയാം, ബ്രദർ പറയുന്ന തമാശ നിങ്ങൾക്ക് അത്ര ഇഷ്ടമാകത്തില്ലെന്ന് പറഞ്ഞേ. ഇഷ്ടപ്പെടാത്ത തമാശ ഞാൻ പറയാൻ വന്നു. ജോശ ഞാൻ പറയട്ടെ. ജോശ, ഇവർക്ക് അത്ര ഇഷ്ടമാകാൻ വഴിയില്ല. ആരും ഒരു ദിവസം ഒരു ഇടയ്ക്ക് ഒരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററിനെ അറിയാവോ, ഇന്ന പാസ്റ്ററിനെ 3 വീടുണ്ട് കേട്ടോ. ഞാനൊന്നും അതിനോട് പ്രതികരിച്ചില്ല. വേറൊരു ദിവസം വേറൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററിനെ അറിയാവോ, ഇന്ന അടുക്കുള്ള പാസ്റ്ററിനെ അറിയാം, ആ പ്രവാചകനെ അറിയാം. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് എത്ര വീടുണ്ടെന്നറിയോ? 12 വീടുണ്ട്. എൻ്റെ കൂട്ടത്തിലൊരു വാചകം കൂടെ പുള്ളി പറഞ്ഞു, ആകെ കൂടി 2 പിള്ളേരും 12 വീടും. നിങ്ങൾ കേൾക്കുന്ന പറയുന്നത് ആകെ കൂടി, ബാക്കി പറ. 2 പിള്ളേരും എത്ര വീടുവാ?
ഞാൻ അയാളോട് പറഞ്ഞു, ചിലരൊക്കെ അങ്ങനെയാ ബ്രദറെ. ഞാൻ അവിടെ നിന്ന് പറയുമോ കേട്ടോ, എനിക്കും അതത്ര ഇഷ്ടമായില്ല. വീട്ടിൽ ചെന്നിട്ട് ഞാനന്ന് ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ കിട്ടിയത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 23 വാക്യങ്ങൾ. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് യേശുവിനോട് ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു. കർത്താവിനോട് ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ, എങ്കിൽ ആരെ പ്രവേശിക്കാൻ ഇടയാകും? കർത്താവ് പറഞ്ഞു, 29-ാമത്തെ വാക്യം എൻ്റെ ഓർമ്മ, മനുഷ്യനാൽ സാധ്യമല്ല, ദൈവത്താൽ സാധ്യമോ. അത് പറഞ്ഞ ഉടനെ പത്രോസാണെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. പത്രോസ് അങ്ങനെ ചോദിക്കാൻ വഴിയുള്ളൂ. പുള്ളി ഒരു ചോദ്യം ചോദിച്ചു, ഞങ്ങളെല്ലാം വിട്ടേച്ച് നിന്റെ പുറകെ വന്നിരിക്കുമോ, ഞങ്ങൾക്ക് എന്നാ കിട്ടും? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്നാ കിട്ടും പറ. ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ബൈബിളിലുണ്ട് കേട്ടോ. അടുത്തിരിക്കുന്നവരോടും കൂടെ ചോദിക്കേ, നിങ്ങൾക്ക് എന്നാ കിട്ടും ചോദിക്കേ. എല്ലാം കളഞ്ഞിട്ട് പോന്നിരിക്കുവോ? തൃശ്ശൂർ ഭാഷയിൽ പറഞ്ഞ എന്തുട്ട കിട്ടുക? ചോദിക്കേ, എന്തുട്ടട കിട്ടുക? എന്തുട്ടാ കിട്ടുക എന്നൊരു പിടിയില്ല. ബൈബിൾ പറയുക എന്താ കിട്ടുക. പത്രോസിന്റെ ഉള്ളിലും പൊങ്ങി വന്ന ചിന്ത കേട്ടോ. പത്രോസിന്റെ ഉള്ളിൽ വന്ന പൊങ്ങി അപ്പോഴേ ചോദിച്ചു, ഞങ്ങളെല്ലാം കളഞ്ഞു. അടുത്തിരിക്കുന്നു പറഞ്ഞ് എല്ലാം കളഞ്ഞു വന്നിരിക്കുക, പറ എന്ത് കിട്ടും? യേശു പറഞ്ഞ വാക്ക്, എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ വസ്തുവകയോ വയലിനെയോ വിട്ടച്ച് എൻ്റെ പുറകെ അനുഗമിച്ചാൽ 100 മടങ്ങായി ഇവിടെ കിട്ടും, സ്വർഗത്തിൽ നിത്യമായ പ്രതിഫലവും കിട്ടും. ജോശാങ് വന്നേ. ജോശാൻ ആ പാസ്റ്റർ എന്ന് വിചാരിച്ചോ? കാരണം ഒരു വീടൊക്കെ മതി, മോൾക്കും കൂടെ ഒരു വീട് മതി, അതിനപ്പുറത്തൊന്നും വേണ്ടേ. അങ്ങനെ വിശുദ്ധനാകണ്ട കേട്ടോ. എന്നാലും പറഞ്ഞ് 10 പറഞ്ഞുള്ളൂ കേട്ടോ. 10 വീട് ആയിക്കോട്ടെ ബ്രദറെ കേട്ടോ. ആ ബന്ധനം പൊട്ടിയിട്ടില്ല. എന്നെ ശ്രദ്ധിക്കണേ, ഇത് ഞാൻ ആ പറഞ്ഞ പാസ്റ്റർ 12 വീടുള്ള പാസ്റ്റർ. ആരാ? 2 കൂടുതൽ പറയണ്ടേ? 2 മക്കള് 2 വീട്, 3 ആയിക്കോട്ടെ. 12 വീടൊക്കെ കുറച്ച് അധികമാണ്. പക്ഷെ കർത്താവ് പറഞ്ഞോടെ, ജോണെ നീ ആ പാസ്റ്ററോട് നീ ചെന്ന് പറഞ്ഞു, എപ്പോഴാണെന്നറിയോ, 100 എന്നുള്ളത് 101ാമത്തെ വീടും കൂടെ അങ്ങനെ ചെയ്ത ഇത് അക്രമമാ, 100 എണ്ണമാ എന്ന് പറഞ്ഞു. എപ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ ജോശ? 100 എണ്ണം വരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ് 100 എണ്ണം വരെ ചോദിക്കാൻ ഒക്കത്തില്ലെന്ന് പറ. സുവിശേഷ വേലയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 100 മടങ്ങ് കർത്താവ് കൊടുക്കാന്ന് പറഞ്ഞ് നീ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമീൻ പറ. 12 ആയപ്പോഴേ എനിക്ക് അസൂയ വരാൻ തുടങ്ങി. ജോശ 12 എണ്ണം ഉണ്ടായെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളിൽ വല്ലാതെ വരാൻ തുടങ്ങി. അങ്ങേര് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാം കളഞ്ഞു വന്നത് ഞാൻ കണ്ടില്ല. 12 വീട് കൊടുത്തപ്പോഴേ എനിക്കിവിടെ ഞെരുക്കം വരുവോ? ആരും ഇല്ല കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. പ്രിഹാലുലേ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന ഇത് നിങ്ങൾക്കൊരു തമാശയോ ഇഷ്ടക്കുറവോ അത് എൻ്റെ ഭാഗമല്ല. ഈ ഞാൻ ആ പാസ്റ്ററെ നോക്കിയിട്ട് ഇപ്പം പറയുന്നത്, കർത്താവേ 12 വീടല്ല കർത്താവേ, ഒരു 100 എണ്ണം കൊടുക്കുക. 1 എണ്ണം കൂടെ കൂടുതൽ മേടിക്കുമ്പോൾ ഞാൻ ചെന്ന് ചോദിക്കാം, പാസ്റ്ററെ 100 എണ്ണമാ മിനിമം പെർമിറ്റഡ് ആയിട്ടുള്ളത്, ഇപ്പം 101 ആയി. 101 ആകുന്നവരെ ഞാൻ ഇനി മിണ്ടത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. 1 എണ്ണം കിട്ടാൻ വേണ്ടി പാടുപെടുന്ന പാട് നിങ്ങൾക്കറിയാം. അപ്പോൾ പാസ്റ്റർമാരൊക്കെ 12ഉം 25ഉം സഹോദര, അതിന് നീ അസൂയപ്പെട്ടിട്ടൊരു കാര്യമില്ല. നീ കർത്താവിൽ അനുഗ്രഹിക്കപ്പെടുന്നത് അങ്ങനെയാ. അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടുത്തിരിക്കുന്നതിനോട് ആ അനുഗ്രഹത്തിൻ്റെ രഹസ്യം അറിയണോ? സല്ലങ്ങോടാ. അതിൻ്റെ രഹസ്യം എങ്ങനെയാണെന്നറിയോ? സാധാരണ മനുഷ്യൻ 6 ദിവസം ജോലി ചെയ്തിട്ട് 2 മണിക്കൂർ പള്ളി വരും. ഞങ്ങൾ ആരാന്നറിയോ? 7 ദിവസവും കർത്താവിൻ്റെ വേല ചെയ്തിട്ട് 2 മണിക്കൂർ പോയി കിടന്നുറങ്ങും. ആർക്കാടാ ദൈവം കൂടുതൽ അനുഗ്രഹം തരുന്നേ? സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ചിലർക്ക്. ചൂടുണ്ടെങ്കിൽ കൈ അടിച്ചു ഹല്ലേലൂയ പറ. 6 ദിവസം അധ്വാനിക്കണേക്കാൾ കൂടുതൽ 7 ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നവനെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റുമെന്ന് ലോകം അറിയേണ്ടത്. മനസ്സിലായോ പറഞ്ഞേ? ഈ പോയിന്റ് നിങ്ങളുടെ തലയിൽ കയറണം കേട്ടോ. 6 ദിവസം അധ്വാനിച്ചിട്ട് 2 മണിക്കൂർ പള്ളി വരുന്നവനെ അല്ല ദൈവം ഉയർത്താൻ പോകുന്നത്. 7 ദിവസം സുവിശേഷ വേലയ്ക്ക് വേണ്ടി നിന്നാൽ അവനെ ആ ദൈവം അധ്വാനിക്കുന്നവനേക്കാൾ കൂടുതൽ ഉയർത്താനായി പോകുന്നത്.
വചനം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. മനുഷ്യന്റെ അധ്വാനം കൊണ്ട് ഇച്ചിരി പോലും അതിന് കൂട്ടാനൊക്കത്തില്ലടാ. ഉണ്ടാകുന്നത് മുഴുവൻ ദൈവത്താലാണ്. ഒരു ഹാലോലിയ പറഞ്ഞാട്ട്, ശബ്ദകീർത്തന ഹാലോലിയ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്നവരോട് പറ, കർത്താവിന് വേണ്ടി നിന്നാൽ. അത് ചില ആളുകളുടെ പ്രശ്നം എന്നാന്ന് പറയും, സുവിശേഷ വില വിറ്റ് കാശുണ്ടാക്കും. അവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ. ഞാൻ ഈ ചർച്ചിൽ നിന്ന് ഇതുവരെ ശമ്പളം വാങ്ങിയില്ല. ഗൾഫിലെ ചർച്ചിൽ നിന്ന് ഇതുവരെ സാലറി വാങ്ങിയില്ല. ഗൾഫിൽ കിട്ടുന്ന പൈസ ഞാൻ സുവിശേഷ വേലയ്ക്ക് എടുത്തുള്ളൂ, എൻ്റെ ആവശ്യത്തിന് എടുത്തില്ല. ഗൾഫിലെ സഹോദരന്മാർ ഇവിടെ ഇരിക്കുക, അവർക്ക് ആ കാര്യങ്ങൾ അറിയാം. ഞാൻ പറയുന്നത് വെറുതെയല്ല. പക്ഷേ എന്നെ ദൈവത്തിന് അനുഗ്രഹിയെങ്കിൽ സ്തോത്ര കാഴ്ച വേണ്ട, ശമ്പളം വേണ്ട, ഞാൻ അവൻ്റെ. ഹല്ലേലൂയ. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ബോധം വരണം. എന്ത് ബോധം വരണം? ഏതാ ബോധം വരേണ്ടത്? ദൈവത്തിന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. എൻ്റെ കൂടെ ഒന്ന് പറയാവോ? എൻ്റെ കൂടെ ഒന്ന് പറയാവോ? ദൈവത്തിന് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ഉറക്കെ പറ. അടുത്തിരിക്കുന്ന ആളോട് പറ, ദൈവത്തിന് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നതാണ് സന്തോഷം. എൻ്റെ സമൃദ്ധിയിലാണ്, ഉറക്കെ പറയണം, എൻ്റെ സമൃദ്ധിയിലാണ് ദൈവം സന്തോഷിക്കുന്നത്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിരുന്നത് പറഞ്ഞ്, ഞാൻ കാശുണ്ടാക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷമുള്ളത്. വേറൊരാളോട് പറ, ഞാൻ ആരോഗ്യമുള്ളവനായിരിക്കുമ്പോഴാണ് ദൈവത്തിന് സന്തോഷമുള്ളത്. പറഞ്ഞോ നിങ്ങൾ? ഇനി നിങ്ങൾ പറയുമോ ദാരിദ്ര്യമാണ് ദൈവത്തിന് ഇഷ്ടം അതല്ലേ എന്ന് പറയുമോ? പറയില്ല എന്ന് പറയാൻ വരുന്ന കര ഉയർത്തി കാണിച്ചേ. വാവ്, ഇതാ ദൈവവചനത്തിൻ്റെ പ്രത്യേകത. ഈ വാചനം വായിക്കുമ്പോഴേ ഇത് കണ്ണാടി പോലെ നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് മനസ്സിലാകാനായി തുടങ്ങും. ദൈവത്തിൻ്റെ ഇഷ്ടം ഞാൻ ദാരിദ്ര്യത്തിൽ കിടക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവം എന്നിൽ സന്തോഷിക്കുന്നത് ഞാൻ സമൃദ്ധിയിലായിരിക്കുമ്പോഴാണ്. കൈകളടിച്ചുകൊണ്ട് പറ, ദൈവം എന്നിൽ സന്തോഷിക്കുന്നത്. ഞാൻ പറയുന്ന വാചകം ഇനി പറയണം കേട്ടോ. ഞാൻ ജപ്തിയിലായി പോകുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നതെന്ന് ചിന്തിക്കരുത്. പകരം ജപ്തിയിലുള്ള 2 പേരെ സാമ്പത്തികമായി കൊടുത്ത് സഹായിക്കുമ്പോഴാണ്, ആ വിധത്തിൽ അനുഗ്രഹിക്കപ്പെടുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നത്. മനസ്സിലാകുന്നോ? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശബ്ദത്തിന് ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾക്ക് മനസ്സിലാവുന്നെങ്കിൽ ഒരു നല്ല ആമേൻ പറഞ്ഞേ. നിങ്ങൾ സാമ്പത്തികമായി ഞെരുങ്ങുമ്പോഴല്ല, ജപ്തിയിലുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കണം. ആ മനോഭാവം വരണം കേട്ടോ. ആ മനോഭാവം വരണം. വണ്ടർഫുൾ ജീസസ്. വസ്തുവകകൾ നഷ്ടമാക്കുകയല്ല, ആ വസ്തുവകകൾ നഷ്ടമാക്കുന്നതിന് പകരം സമൃദ്ധി അനുഭവിക്കാനാ ദൈവം എന്നെ വിളിച്ചത്. കൈകളടിച്ച് കർത്താവിനെ ആത്മാവിൽ ആരാധിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കർത്താവേ, നിങ്ങൾ എത്ര പേര് പ്രവചനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു പ്രവചനമായിട്ട് വിശ്വസിക്കാൻ എത്ര പേര് തയ്യാറാ? നിങ്ങൾ ഒരാൾ പോലും നിങ്ങളുടെ വസ്തു വിൽക്കത്തില്ല. അതിന് പകരം വഴികൾ തുറന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ഒരു വസ്തുവക പോലും നഷ്ടമാകത്തില്ല. അതിന് പകരം നിങ്ങളുടെ വസ്തുവകകൾക്ക് പകരം പുതിയത് 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 ദൈവം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ദൈവവചനം വായിക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവുന്നു, നാം കർത്താവിന് വേണ്ടി എന്തെങ്കിലും നഷ്ടമാക്കി എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ വേലയെ പ്രതി എന്തെങ്കിലും നഷ്ടമാക്കിയിരുന്നു എങ്കിൽ അതിൻ്റെ 100 മടങ്ങ് നാം അത് അനുഭവിക്കുവാനിടയായിത്തീരും. ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. കർത്താവിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നാം എന്തെങ്കിലും നഷ്ടമാക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിലായിരിക്കുന്ന എന്തിനെങ്കിലും നാം ഇട്ടേച്ച് ആണ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം മുന്നിട്ടിറങ്ങിയെങ്കിൽ, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം മുന്നിട്ടിറങ്ങിയെങ്കിൽ, ദൈവവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതിൻ്റെ 100 മടങ്ങ് നന്മ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചു വരുമെന്നാണ്. കർത്താവ് ആഗ്രഹിക്കുന്നത് നാം ഒന്നിനും കുറവില്ലാത്തവരായി, കർത്താവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും സകല നന്മയും അനുഭവിക്കണമെന്നാണ്.
നമുക്ക് ഓരോ നിമിഷവും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയപ്പെടാം, ദൈവജനത്തോടൊപ്പമായിരിക്കാം, കർത്താവിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ പണിയാം. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു അത്ഭുത സൗഖ്യമാണ് കർത്താവ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. സീരിയൽ നമ്പർ 6 മാർത്താണ്ഡം പബ്ലിക് മീറ്റിംഗിൽ നിന്നാണ്. ഈ അമ്മയുടെ പേര് മേഴ്സി ഫ്ലോറൻസ് എന്നാണ്. ഇവിടെ പാറശാല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വരുന്നു. ഇപ്പോൾ സൗഖ്യമായിട്ട് ഏകദേശം 1 വർഷമാവാറായി. 1 വർഷമായി. കഴിഞ്ഞ ജനുവരിയിലാണ് സൗഖ്യമായത്. 3 വർഷം കൊണ്ട് കാലിന് ശക്തമായ വേദനയായിരുന്നു. കണ്ണി അകന്ന് അതിശക്തമായ വേദന കാരണം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുവാനോ ഒരു ജോലിയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും ആളില്ലായിരുന്നു. അത്രയധികം വേദനിച്ച് 3 വർഷം തള്ളി നീക്കി. ആ സമയത്താണ് നമ്മുടെ TV പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വൈകിട്ടത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദറിന്റെ വൈഫ് സോളി സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു, പ്രത്യേക സാഹചര്യത്തിൽ കാലിന്റെ കണ്ണി അകന്ന ഒരു അമ്മയെ യേശു തൊടുന്നു എന്ന് പറഞ്ഞു. അത് ഏറ്റെടുത്തു. അന്നേരം തന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. അമ്മയ്ക്ക് കാലിന്റെ കണ്ണി അകലുമായിരുന്നു. എന്തുവായിരുന്നു അമ്മയെ പ്രയാസം? നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു പുല്ലിന്റെ വള്ളി എൻ്റെ കണ്ണിൽ ചുറ്റിയിട്ട് ഒറ്റ എഴുപ്പെടുത്തപ്പോൾ കാല് കണ്ണകർന്നു പോയി. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നടക്കാൻ പ്രയാസമായിരുന്നു അമ്മയ്ക്ക്. കാല് ബാലൻസേ ഇല്ല. ബാലൻസേ ഇല്ലാതായിപ്പോയി. പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വീട്ടിൽ ആരുമില്ല. മക്കളൊക്കെ എവിടെ അമ്മയുടെ? ചെന്നൈയിലാണ്. ഒരു മോളേ ഉള്ളൂ. അപ്പച്ചൻ എന്ത് ചെയ്യും? ഹസ്ബൻഡ് എന്ത് ചെയ്യും? അപ്പം അമ്മ മാത്രമാണോ വീട്ടിലെ? വയസ്സായൊരു ചേച്ചി. അയ്യോ, വയസ്സായൊരു ചേച്ചിയുണ്ട്. അവർ കിടപ്പാണ്. ഈ അമ്മ ഒറ്റയ്ക്കാണ് നോക്കുന്ന. ഒരു മോള് ചെന്നൈയിലാണ്. അതിന്റെ നടുവിൽ കർത്താവ് മനസ്സലിഞ്ഞത് എത്ര സന്തോഷമുള്ള കാര്യമല്ലേ. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ബ്രദറെ, ഈ സിസ്റ്ററിന്റെ പേര് അഞ്ജു ക്രിസ്റ്റൽ എന്നാണ്. അഞ്ജു ക്രിസ്റ്റൽ. കഴിഞ്ഞ നമ്മുടെ വെള്ളറുടെ മീറ്റിംഗിൽ വന്നപ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, ഈ സിസ്റ്ററിന്റെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റർ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. വിഷയങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ 2 വർഷമായിട്ട് ഇവർ കുഞ്ഞുങ്ങളില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെന്റിലായിരുന്നു. എന്നാൽ കർത്താവ് അന്ന് അത്ഭുതം ചെയ്തു. ഇവർക്ക് ഒരു ടിൻസിനെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചത്. 2 അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. അതോടൊപ്പം തന്നെ വയറ്റിലായിരുന്ന മറ്റു പ്രയാസങ്ങളും കർത്താവ് അന്ന് സൗഖ്യമാക്കിയെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇരട്ട പിള്ളേരെ കൊടുത്തു. ഇരട്ട പിള്ളേരെ നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. അതുപോലെ അന്നൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞത്, ഹസ്ബൻഡിന് ജോലിയില്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. വിദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലി ശരിയായി ഈ മാസം പോവുകയാണ്. അതും കൂടെ അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇത് കർത്താവ് ചെയ്തതാന്ന് ഉറപ്പുണ്ട്. സന്തോഷത്തോടെ. സീരിയൽ നമ്പർ 10 പേര് സുമതി എന്നാണ്. ഈ സിസ്റ്റർ വെള്ളറടെ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ സിസ്റ്ററിന് ഒരുപാട് രോഗങ്ങളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 10 വർഷമായിട്ട് ഈ സിസ്റ്ററിന് നടുവേദന ഉണ്ടായിരുന്നു, ഞരമ്പിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് കൈ അനക്കാൻ പറ്റത്തില്ല, ജോലി ചെയ്യാൻ പറ്റത്തില്ല, അസഹനീയമായ നടുവേദനയായിരുന്നു. എന്നാൽ നമ്മുടെ കഴിഞ്ഞ കാട്ടാക്കട മീറ്റിംഗിൽ വന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായിട്ട് ഈ സിസ്റ്ററിനെ സൗഖ്യമാക്കി. അതുപോലെ വയറ്റിൽ തൊട്ടാൽ അറിയുന്ന വിധത്തിൽ ഈ സിസ്റ്ററിന് ഒരു മുഴയുണ്ടായിരുന്നു. നേരത്തെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ മുഴയുള്ളത് അറിയാം, തൊട്ടാൽ അറിയാമായിരുന്നു. എന്നാൽ അന്ന് ആ വയറ്റിലെ മുഴ കൂടെ യേശു കർത്താവ് സൗഖ്യമാക്കി. തൊട്ട് നോക്കുമ്പോൾ അങ്ങനൊരു മുഴയില്ല. എന്നാൽ അതിനേക്കാൾ വളരെ അത്ഭുതകരമായ കാര്യം സിസ്റ്റർ പറയുന്നത്, ജീവിതത്തിൽ ഒരു സമാധാനവും ഈ സിസ്റ്ററിന് ഇല്ലായിരുന്നു. എന്നാൽ അന്ന് മീറ്റിങ്ങിന് വന്നിടം മുതൽ അസാധാരണമായ സമാധാനം കൊണ്ട് ദൈവം നിറച്ചു എന്നാണ് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നത്. ക്യാൻസർ മാറിയതിനേക്കാൾ വലിയ കാര്യമാണ് സമാധാനം ദൈവം കൊടുക്കുക എന്ന് പറയുന്നത്. സിസ്റ്റർ ഒന്ന് പറയാമോ, എന്തുവായിരുന്നു നടുവിന് എന്തോ പ്രയാസമായിരുന്നു? അങ്ങനെ 10 വർഷം കൊണ്ട് എനിക്ക് വീട്ടിന് ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ താമസിക്കുന്നത്. എൻ്റെ ചേട്ടൻ ഇട്ടിട്ട് പോയിരുന്നത്. അപ്പോൾ എന്നിട്ട് മോക്ക് 9 മാസമായപ്പോൾ ഭർത്താവ് പോയതാണ്. 19 വയസ്സായപ്പോൾ നമുക്ക് തിരിച്ചു വന്നു. 19 വർഷം ഹസ്ബൻഡ് ഇല്ലാതെ നിന്നത്. പഞ്ചായത്തിൽ നിന്നൊരു വീട് കിട്ടി. അപ്പോൾ ആ വീട് വെച്ചപ്പം കുറച്ച് കഷ്ടപ്പെട്ട് മണലും ഒക്കെ വാരി കൊണ്ടുവന്ന് വീട്ടിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി അതുകൊണ്ട് തുടങ്ങിയ നടുവേദനയും ജീവിതത്തിൻ്റെ ഭാരം കൊണ്ട് പല കഷ്ടങ്ങളിലും എല്ലാം. ഞരമ്പിന് എന്തുവായിരുന്നു പ്രയാസം ഉണ്ടെന്ന് പറഞ്ഞു? ഇടയ്ക്ക് വന്നിട്ട് 8 മാസം തന്നെ വരും ബ്രദറെ. ഇങ്ങനെ ഞാൻ വീട്ടിൽ നിന്നിട്ട് അപ്പോൾ എൻ്റെ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു, എൻ്റെ പപ്പയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പട്ടിക്കുട്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ കല്ലെടുത്തിറങ്ങി. പിന്നെ ഈ കൈ അങ്ങോട്ട് ഇങ്ങനെ എറിഞ്ഞ കൈ ബാക്കിലോട്ടും പോലും മുമ്പോട്ടും പോകില്ല. അങ്ങനെ പിന്നെ ഈ കൈ ഇങ്ങനെ ഉടനെ തന്നെ ജന്നി പോലെയൊക്കെ ഇളവി. അങ്ങനെ ഒരു പട്ടി എറിഞ്ഞതാ. എന്തൊക്കെയോ കാര്യങ്ങളല്ലേ. ഒരു പട്ടി എറിഞ്ഞാൽ കൈ അങ്ങോട്ടും പോകില്ല, ഇങ്ങോട്ടും വരില്ല, ജന്നി പോലെയായി. അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം കിട്ടി. കാരക്കുളം മെഡിക്കൽ ആശുപത്രി കൊണ്ടുപോയി. അപ്പോൾ അവർ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് എക്സ്റേ എടുത്തിട്ട് ഒരു കുഴപ്പമില്ല. അടുത്ത് വീണ്ടും വീട്ടിൽ വന്നിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഭയങ്കര ഭാരത്തിൽ ഞാൻ വിഷമിച്ചിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ കൂടി ജോലിക്ക് പോയാലേ വീട്ടിലുള്ള അങ്ങനെ അവസ്ഥ, ജോലിക്ക് പോയാലേ വീട്ടിലുള്ള കാര്യങ്ങൾ കഴിയും. അപ്പോൾ എന്തായാലും ഞാൻ
വീണ്ടും കാരക്കോണം ആശുപത്രി വീണ്ടും അഡ്മിറ്റായി. 8 ദിവസം അവിടെ കിടന്നിട്ട് MRI സ്കാനിങ് എടുത്തപ്പം പറഞ്ഞ് ഇവിടുത്തെ നരമ്പിനൊരു ക്രേച്ച് വീഴുന്നു പോയി, അത് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. 15 ദിവസം ഗുളിക കഴിച്ചിട്ട് നിങ്ങൾ തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഇത് കൊച്ചു കാര്യമൊന്നും അല്ല. ഞരമ്പ് പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളും കളഞ്ഞു വലിയ കാര്യമൊന്നുമില്ലെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ഒരു കഥ തന്നെ അതിൻ്റെ പുറകിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. എന്നിട്ട് ചേച്ചി ആ പ്രയാസമായിട്ടാണോ നമ്മുടെ വീട്ടിൽ വന്ന് ചാനൽ ഞാൻ അടിച്ച് മാറ്റി ഇരുന്ന് വചനം കേട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു. എന്നെ കഷ്ടപ്പെട്ട് ഞാനും കൂടി കിടന്നതിന് എങ്ങനെയാവും എൻ്റെ വീട്ടിൽ. ആ സമയത്താണോ നമ്മുടെ മീറ്റിങ്ങിന് വന്നേ? കഴിഞ്ഞ മാസമാണ്. ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. വിടുതൽ ഞാൻ വചനം കേട്ടുകൊണ്ടിരുന്ന് ആ സെക്കൻഡിൽ എനിക്ക് ദൈവം കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു നരമ്പ് വലിച്ച് വിട്ടതുപോലെ തോന്നി. അങ്ങനെ വിടുതൽ തന്ന് പിറ്റേന്ന് തൊട്ട് ഞാൻ 3-ാം തീയതി ഞാൻ ജോലിക്ക് പോയി. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഏതോ മുക്കിലും മൂലയിൽ ഇരിക്കുന്ന ആളുകൾ കർത്താവിൻ്റെ വചനം എവിടെയും ക്രിയ ചെയ്യുന്നതാണ്. അത്ഭുതങ്ങളെ ഉളവാക്കുന്ന ദൈവത്തിൻ്റെ വചനം നിന്റെ മകളെ സൗഖ്യമാക്കിയെന്നാ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്ത് സന്തോഷമുള്ള കാര്യമല്ലേ. ഞാൻ അത് അങ്ങനെ അങ്ങ് പോയി. ഞാൻ മുഴ എത്ര നാളായിട്ടുണ്ടായിരുന്നു? വർഷം വരെ വയറ്റിൽ ഇങ്ങനെ കട്ടി, ഭയങ്കര ഒരു കട്ടി, തൊട്ടാലറിയാം കട്ടി. എനിക്ക് ഈ കാലെടുത്ത് വയ്ക്കുമ്പോൾ അറിയാം, ഈ കാലിലുള്ള വേദന ഇങ്ങനെ കൊളുത്തി വലിയ. എൻ്റെ കൂടെ സുവിശേഷ വേലയ്ക്ക് നിൽക്കുന്നു. നല്ല കാര്യമല്ലേ? ഇത്രയും ആത്മീയ അനുഭവങ്ങളുള്ള ആളുകളാണ് കർത്താവിനെ പറയേണ്ടത്. ഈ ചേച്ചി ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവെ, ഇവർ കഷ്ടപ്പെടുക, കഷ്ടപ്പാടിന്ന് പുറത്തു വരണം. അപ്പം നിങ്ങളിനി കേൾക്കാൻ പോകുന്ന ഈ ചേച്ചിയുടെ ലൈഫിൽ സൂപ്പർ നാച്ചുറലായി കഷ്ടപ്പാട് മാറിയത് കേൾക്കാൻ പോവാം. നോ ഡൗട്ട്. ഒരു ദൈവശക്തി തൊടുന്നത് എനിക്ക് കാണാം. Power of the Spirit, Lord. Power of the Spirit. Power of the Spirit, Lord. ദൈവശക്തി കുടുംബത്തെ തൊടട്ടെ. അപ്പം ബ്രദർ, ഈ ആൻറ്റിയുടെ പേര് മിനി എന്നാണ്. നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചർച്ചിൽ വരുന്നതാണ്. ഈ ആൻറ്റിക്ക് ഒരു അത്ഭുത സാക്ഷ്യം ആണ് പറയാനുള്ളത്. ഈ ആൻറ്റിയുടെ മകളുടെ കുഞ്ഞിന് 2018 മെയ് 9 ഇടുപ്പല്ലിലും ലെൻസിലും ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചു. മകൻ്റെ കുഞ്ഞിന് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ആൻറ്റിക്ക് സാക്ഷ്യം പറയണമെന്നുള്ള ആഗ്രഹത്തിലാണ് പറയുന്നത്. മകൻ്റെ കുഞ്ഞിനെ ഇടുപ്പല്ലിലും ലെൻസിലും ക്യാൻസർ കണ്ടെത്തി ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ ചർച്ചിൽ കൊണ്ടുവരുന്നത്. എന്നാൽ ഇന്ന് ഒരു വലിയ ഗുഡ് ന്യൂസ് ഈ ആൻറ്റിക്ക് ഈ ജനത്തിന് മുമ്പ് പറയാനുണ്ട്. ആ ക്യാൻസറിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് കുഞ്ഞിനെ വിടുവിച്ചു. ആമേൻ. ബ്ലഡ് പരിശോധിച്ചു. മകളുടെ കുഞ്ഞാണ്, മോളുടെ കുഞ്ഞാണ്. എല്ലാ പരിശോധനയും കഴിഞ്ഞോ? ഇപ്പൊ അവന് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമില്ല, പൂർണ്ണ ആരോഗ്യത്തിൽ ഇരിക്കുക. ലങ്സിലും ഇടുപ്പല്ലിലും ക്യാൻസർ വന്നു. ഡോക്ടർമാർ എന്തോ പറഞ്ഞിരുന്നേ? ഡോക്ടർമാര് ഇടുപ്പല്ലിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തായിരുന്നു. അപ്പോൾ ആദ്യം 8 സെൻറ്റിമീറ്റർ ആയിരുന്നു, പിന്നീട് നോക്കിയപ്പോൾ 2 സെൻറ്റിമീറ്റർ ഉള്ളൂ. പക്ഷേ ഇവിടെ നിന്ന് പ്രെയർ കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് MRI സ്കാൻ എടുത്തപ്പോൾ ലെൻസിൽ അങ്ങനത്തെ രോഗമേ ഇല്ല എന്ന് പറഞ്ഞ് മേയിൽ തന്നെ അപ്പോഴും 18. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു. കോട്ടയം പബ്ലിക് മീറ്റിംഗ് സീരീസ് നമ്പർ 16. അമ്മയുടെ പേര് ജയമോൾ എന്നാണ്. ഇവിടെ കോട്ടയം നീലംപേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നു. തൻ്റെ ഭർത്താവ് 30 വർഷമായിട്ട് കുടിക്കുമായിരുന്നു. ആമേൻ. വീട്ടിൽ എന്നും വഴക്കാണ്. വഴക്ക് കാരണം ഇവർ സഹി കെട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ മീറ്റിങ്ങിന് വന്നത്. മീറ്റിങ്ങിന് ഭർത്താവ് പോവരുതെന്നാണ് പറഞ്ഞത്. പക്ഷെ വിശ്വാസത്തോടെ 2-4 മാസം കൊണ്ട് നമ്മുടെ മീറ്റിങ്ങിന് കണ്ടിന്യൂസ് വരുന്നു. കഴിഞ്ഞ മാസത്തെ മീറ്റിങ്ങിൽ ബ്രദറിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം 30 വർഷമായുള്ള മദ്യപാനം തന്റെ ഭർത്താവിനെ വിട്ടുമാറി. ഇപ്പൊ വീട്ടിൽ വലിയ സ്വസ്ഥതയുണ്ടെന്നാണ് അമ്മ നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചപ്പോ അതിന്റെ ഫലമായിട്ട് ഭർത്താവിന്റെ മദ്യപാനം മാറി എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാ. 30 കൊല്ലം. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ദൈവത്തിന്റെ പ്രവൃത്തിയല്ലാതെ പിന്നെ എന്തോ പറയുന്നേ അതിനെ. അതിൻ്റെ കൂടെ അമ്മയുടെ കാലിന് ഉപ്പൂറ്റിക്ക് ശക്തമായ വേദനയുണ്ടായിരുന്നു. കണ്ണിൽ ചൊറിച്ചിലുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ഇതിൻ്റെ കൂടെ പ്രയർ സെന്ററിൽ വിളിച്ചു പ്രാർത്ഥിച്ചു. അതും പൂർണ്ണമായിട്ട് സൗഖ്യമായെന്നാണ് അമ്മ നമ്മളോട് സാക്ഷ്യപ്പെടുന്നത്. വേദനയും കണ്ണിന് ചുറ്റുമുള്ള ചൊറിച്ചിലും മാറിയോ? ശരിയാണോ? കണ്ട് മാറി. സന്തോഷത്തോടെ കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാവോ? ആമേൻ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിതാ, അവിടുത്തെ ഇഷ്ടമെന്തെന്ന് മനസ്സിലാക്കി, ദൈവജനത്തിൽ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി കർത്താവെ ജീവിതത്തെ പണിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പിംഗ്, ഗാർഡനിങ്, അതിനോട് ബന്ധിക്കപ്പെട്ട ജോലിയിലായിരിക്കുന്ന ഒരു കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുപിതാ, അവിടുത്തെ ശക്തി ആ കുടുംബത്തിന്മേൽ വ്യാപരിക്കട്ടെ അപ്പാ. ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ മുൻപിലായിരിക്കുന്ന ആ പ്രതിസന്ധി യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ അപ്പാ. ദൈവിക നന്മകൾ കൊണ്ട് ആ കുടുംബം നിറയപ്പെടട്ടെ അപ്പാ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് അവരെ കരുതുന്നത് മനസ്സിലാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്.
കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ. യേശുവേ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ ലങ്സിന് പ്രയാസമായതിനെ തുടർന്ന് അലർജിക്കായിരിക്കുന്ന വ്യക്തിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. സൗഖ്യമാക്കുന്ന അവിടുത്തെ ശക്തിക്കായി നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ്. കർത്താവെ അടിക്കടിക്ക് വായിൽ പുണ്ണ് വരുന്നത് പോലെ വാ പൊട്ടുന്ന പ്രയാസത്തോടെ ആയിരിക്കുന്ന വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തിയുടെ മേൽ അവിടുത്തെ സൗഖ്യം വ്യാപരിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. യേശുബിജ ശരീരത്തിൽ ചുമന്ന പാടുകൾ വരുന്ന അലർജി പോലെ ചുമന്ന പാടുകൾ ശരീരത്തിൽ വരുന്ന ആ വ്യക്തിനെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വ്യക്തി പരിപൂർണമായും സൗഖ്യമാവട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. ആത്മീയവും ഭൗതികമായ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ അപ്പാ. സാമ്പത്തികമായ കുടുംബം ഉയർത്തപ്പെടട്ടെ അപ്പാ. ദൈവജനത്താൽ നിറയപ്പെടട്ടെ അപ്പാ. യേശുവേ അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായി എൻ്റെ ദൈവമേ അവിടുത്തെ പ്രവൃത്തി കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കുന്നതിൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. സ്വർഗീയ പിതാവേ അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളെ ഇനി കാണുവരെയും കർത്താവ് നമ്മൾ ഓരോരുത്തരെയും അവൻ്റെ ചിറയും കീഴിൽ മറച്ചുകൊള്ളട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ഞങ്ങളുടെ വിലാസം ജീസസ് വേൾഡ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, അഞ്ചൽ, കൊല്ലം, കേരള.